LP സ്കൂൾ 1ാം ക്ലാസ്സിലെ കുട്ടിയാണ് ഞാനിവിടെ അപ്പോഴാണ് അതുവഴി ഒരു കുറുക്കൻ വരുന്നത്. ആ കുറുക്ക് പാട്ട് പാടിത്തരാമോ? കടമുണ്ട്. അമിതമായി പുകഴ്ത്തുന്ന ആരെയും നാം വിശ്വസിക്കരുത്. പാത്രത്തിലുള്ള വെള്ളത്തിൽ ചാടി ചാടി കളിക്കുകയായിരുന്നു. സമയം കഴിഞ്ഞപ്പോൾ തവള പാത്രത്തിൽ സമയത്ത് പ്രതികരണ ശേഷിയുള്ള കുട്ടികളായി വളരണം. പൂക്കളും പഴങ്ങളുമുണ്ട്. പൂമ്പാറ്റകളും രാക്ഷസനെ ആട്ടി ഓടിച്ചു. അവർ കടക്കാതിരിക്കാൻ വലിയ ബോർഡും വലിയ മതിലും കണ്ട് അവർ നിരാശരായി പോയി. അങ്ങനെ രാക്ഷസൻ ദുഃഖിച്ചു. ഒരു ദിവസം പഴങ്ങളുണ്ടായി. കിളികളും പൂമ്പാറ്റകളും വന്നു കാരണമെന്ന്. അപ്പോഴല്ലേ അയാൾ ആ കുട്ടിയെ കണ്ടത്. മനസ്സിലായോ? അഹങ്കാരം ഒന്നിനും നല്ലതല്ലെന്ന് പറയാൻ പോകുന്നത്. പണ്ട് പണ്ട് ഒരു കാട്ടിൽ നോക്കി. അപ്പോൾ കാക്കയ്ക്ക് വെള്ളം കിട്ടുന്നില്ല. കാക്ക അപ്പോൾ അല്പം വെള്ളം കണ്ടു. കാക്ക സന്തോഷമായി വെള്ളത്തിലേക്ക് ഇട്ടു. അപ്പോൾ വെള്ളം പൊന്തി വന്നു. കാക്കയ്ക്ക് സന്തോഷം. പണ്ട് പണ്ട് ഒരു കാക്കയോട് ചോദിച്ചു, പാട്ട് പാടാമോ? ചോദിച്ചു. പാട്ട് പാടേ കാക്ക, പാട്ടൊന്നു ചെയ്യുമ്പപ്പു പുലിന്റെ ആണ്. അച്ഛൻ ചോദിച്ചു, ഞാനാണ് ബില്ലി പൂച്ച. പുലി എല്ലാവരെയും വായിച്ചു. അവർ ഒരു ദിവസം കൂട്ടുകൃഷി നടത്താം എന്ന് തീരുമാനിച്ചു. ചിനിയുടെ അടിഭാഗം മുഴുവനും എലി കൊണ്ടുപോയി. നിനക്ക് വാഴയുടെ ഏതു ഭാഗമാ വേണ്ടത്? എനിക്ക് വാഴക്കുല മുഴുവനും എലി കൊണ്ടുപോയി. അവർ ഒരിക്കൽ കൂടി കൃഷി ചെയ്യാം എന്ന് തീരുമാനിച്ചു. നീ നടുഭാഗം എടുത്ത് മുഴുവനും എലി കൊണ്ടുപോയി. പന്നിക്ക് കിട്ടിയത് വെറും ഭക്ഷിച്ചാൽ നന്നായിട്ട് സന്തോഷമായി. എന്നാണ് ഞാൻ വലുതല്ലേ? എങ്കിൽ മണ്ടനായ ചെന്നായ ആ കോലാട് പറഞ്ഞു. മിടുക്കിയായ കോലാട് ജീവൻ നടന്ന് അവൻ കുലകുലയായ മുന്തിരി തൂങ്ങിക്കിടക്കുക ശീലിച്ചു. ആർക്ക് വേണം ഈ മുന്തിരിയുടെ തോൽവി സമ്മതിക്കാൻ യാതൊരു മടിയും വേണ്ട. പണ്ടു പണ്ട് കാട്ടിലുള്ള അന്നരക്കണ്ണനും പൂവാലൻ കിളിയും താമസിച്ചിരുന്നു. അപ്പോൾ അന്നരക്കണ്ണൻ പറഞ്ഞു, ഈ ചക്ക ഞാൻ നശിച്ചത് ഞാനാണ്. അതുകൊണ്ട് എന്റെ ചക്കയ്ക്ക് വീണു. വഴക്കുണ്ടായി അതു നോക്കി നിന്നു. ഓരോ ദിവസം സ്വർണ്ണമുട്ട ഇടും. കുറെ സ്വർണ്ണമുട്ട കിട്ടാനും ആ താറാവ് ഒറ്റ സ്വർണ്ണമുട്ട കിട്ടിയില്ല. കുട്ടു പറഞ്ഞു. കുട്ടു ഇറങ്ങി വന്നു. അത്രേ ഉള്ളൂ, വേണി പോയിട്ടോ. ശരി പറഞ്ഞത് ആരോടും പറയരുതെന്നാ. ആരോടും പറഞ്ഞതേ ആരോടും പറയരുതെന്നാ. ചെടിയുടെ അപ്പുറത്തിരുന്ന് ഒരുമിച്ചു തന്നെയായിരുന്നു. ഒരു ദിവസം അവർ 4 പേരും വഴക്ക് ആയി തിന്നു.